ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്. അതായത് ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ്. ഇത് കുറച്ച് തിയറിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോർഷൻ അല്ല. അതായത് എക്സാമിന് ഇതൊന്നും ചോദിക്കത്തില്ല, പക്ഷേ നമ്മൾ പ്രോഗ്രാമിംഗ് പഠിച്ചിരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ടോപ്പിക്സിൻ്റെ അകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത ഒരു പോർഷനാണ് ഈ ഡിഫറെൻറ്റ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്. നിങ്ങളിത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന വീഡിയോ കേൾക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കുക, അത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ ഈ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്, ഈ 7 സ്റ്റെപ്സ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ 7 സ്റ്റെപ്സ് ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഓരോന്നും എന്താണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇനി അങ്ങോട്ട് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്, അതിൻ്റെ ഓരോ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണമല്ലോ. അതിനു വേണ്ടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ് ഈ ഒരു പോർഷൻ. അപ്പോൾ ഡിഫറെൻറ്റ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് നിങ്ങൾ ജസ്റ്റ് കേട്ടുകൊണ്ടിരുന്നാൽ മതി, വേറെ ഒന്നും ചെയ്യാൻ, കൂടുതൽ പഠിക്കാനൊന്നുമില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. ഡിഫറെൻറ്റ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് പല ടെക്സ്റ്റ് ബുക്കിലും പല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഞാനൊരു സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റാണ് ഞാനിവിടെ ഈ കാണിച്ചിട്ടുള്ളത്. 7 സ്റ്റെപ്സ് ഉണ്ട് പ്രോഗ്രാമിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് എന്ന രീതിയിൽ. ആദ്യമേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ പ്രോബ്ലം ഫോർമുലേഷൻ ആൻഡ് അനാലിസിസ് എന്ന സ്റ്റെപ്പാണ്. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുന്നത് മേ ബി എന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ സംഭവത്തിൻ്റെ റിസൾട്ട് എടുക്കാനായിരിക്കും. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കും, ആ മാത്തമാറ്റിക്കൽ ഫോർമുല അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് തരും. അതിനായിരിക്കും നമ്മൾ ആ പ്രോഗ്രാം എഴുതുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനുള്ള പ്രോഗ്രാം ആയിരിക്കും. എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, അത് ബിൽഡ് ചെയ്യുന്നു, അതിൻ്റെ കോഡായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഈ എഴുതുന്ന പ്രോഗ്രാമിന് ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്, ഓരോ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനെപ്പറ്റിയുള്ള ഡിസ്കഷനാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, പ്രോബ്ലം ഫോർമുലേഷൻ ആൻഡ് അനാലിസിസ്. എന്തിനാണ് നമ്മൾ ആ പ്രോഗ്രാം എഴുതുന്നത്, ആ കോഡ് എഴുതുന്നത് എന്തിനാണ്, അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, റിസൾട്ട് എന്താണ്. ഇപ്പോൾ റിസൾട്ടായിട്ടൊരു സോഫ്റ്റ്വെയർ ആണോ നമ്മൾ ഉണ്ടാക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ പർപ്പസ് എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, ആ പ്രോഗ്രാം റൺ ചെയ്യാനായിട്ട് എന്തൊക്കെ ഇൻപുട്ട് ഡാറ്റ വേണം, എന്തൊക്കെ ഇക്വേഷൻസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, എന്ത് ഔട്ട്പുട്ടാണ്, എന്ത് രൂപത്തിലാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റേജിലാണ്. അതാണ് പ്രോബ്ലം ഫോർമുലേഷൻ ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ഡാറ്റ വേണം, എന്തൊക്കെ ഇൻപുട്ടായിട്ട് കൊടുക്കണം, എന്ത് ഔട്ട്പുട്ടാണ് നമുക്ക് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റി ഒരു ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ വേണം. അതിനെ ബേസ് ചെയ്താണ് ബാക്കിയുള്ള സ്റ്റെപ്പിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോബ്ലം ഫോർമുലേഷൻ ആൻഡ് അനാലിസിസ്. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത് അൽഗോരിതം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ അൽഗോരിതം നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളതാണ്. അടുത്ത വീഡിയോ മുതൽ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് എന്ന ടോപ്പിക്കായിരിക്കും ഞാൻ എടുക്കുന്നത്. 2-3 വീഡിയോസ് ചിലപ്പം ഈ അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് എന്ന ടോപ്പിക്കിൽ നമ്മൾ എടുക്കും. സിലബസിലുള്ള പോർഷൻ തന്നെയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഈ അൽഗോരിതം എന്ന് പറയുന്നത്. അൽഗോരിതം ഇതിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഡെവലപ്പിംഗ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ ഫോർ ദി പ്രോബ്ലം വിച്ച് ഈസ് കാൾഡ് ദി അൽഗോരിതം. അതായത് നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ ആ പ്രോഗ്രാമിന് ഒരു കൈൻഡ് ഓഫ് ഫ്ലോ ഉണ്ട്, അതായത് ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുന്നതെന്ന്, എന്തൊക്കെ ഇൻപുട്ടായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട്, എന്തൊക്കെ ഇൻപുട്ട് വാല്യൂസ് റീഡ് ചെയ്യേണ്ടതുണ്ട്, എന്തൊക്കെ പ്രോസസ്സ് അത് ചെയ്യാനുണ്ട്, എന്നിട്ട് എങ്ങനെയാണ് ഔട്ട്പുട്ട് എടുക്കേണ്ടത് എന്നതിനെ പറ്റി ഒരു സ്കെൽട്ടൺ സ്ട്രക്ചർ ആദ്യം ഉണ്ടാക്കിയെടുക്കും. ആ സ്കെൽട്ടൺ സ്ട്രക്ചറിനെ ബേസ് ചെയ്താണ് പിന്നെ നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. നമ്മളിവിടെ പഠിക്കുമ്പോഴും ഒരു പ്രോഗ്രാം നമ്മൾ എഴുതാനായിട്ട് പഠിക്കുമ്പോഴും ആദ്യം ഒരു അൽഗോരിതം എന്ന് എഴുതും. അൽഗോരിതം എന്ന് പറയുന്ന സംഭവം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച കാര്യമാണ്. ഞാൻ തന്നെ 8-ലോ 9-ലോ ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് മാത്രമല്ല, എല്ലാ സ്റ്റുഡൻസും അൽഗോരിതം ഒക്കെ പഠിച്ചു കാണും. അതേ അൽഗോരിതം തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ അൽഗോരിതം ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഒരു പ്രോഗ്രാം എഴുതി ഉണ്ടാക്കുന്നത്. ഏത് ലാംഗ്വേജിലായിരുന്നാലും ഒരു പർട്ടിക്കുലർ അൽഗോരിതം ബേസ് ചെയ്തായിരിക്കും നമ്മൾ ആ പ്രോഗ്രാം എഴുതി ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു പർപ്പസിന് തന്നെ പല രീതിയിൽ നമുക്ക് അൽഗോരിതം എഴുതാനൊക്കും. നമ്മൾ ഏത് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ ഒരു അൽഗോരിതം എഴുതുന്നു, എന്നിട്ട് ആ അൽഗോരിതം ബേസ് ചെയ്തായിരിക്കും നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അൽഗോരിതത്തിനെ പറ്റി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ പറയാം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ അൽഗോരിതം ഡെവലപ്പ് ചെയ്യുക, അതായത് അൽഗോരിതം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഈ അൽഗോരിതം ഉപയോഗിച്ചായിരിക്കും അല്ലെങ്കിൽ അൽഗോരിതത്തിൻ്റെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ പ്രോഗ്രാം എഴുതി തുടങ്ങുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അൽഗോരിതം. ഈ അൽഗോരിതം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ചിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. നമ്മളങ്ങനെ നമ്പർ ഇട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അൽഗോരിതം എഴുതുന്നത്. അപ്പം അതിനെ അൽഗോരിതം എന്ന് പറയും. ഈ അൽഗോരിതത്തിൻ്റെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ കോഡ് എഴുതി ഉണ്ടാക്കുന്നത്, അതായത് പ്രോഗ്രാം എഴുതി ഉണ്ടാക്കുന്നത്.
സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഈ അൽഗോരിതം ബേസ് ചെയ്ത് ആ പ്രോഗ്രാം എഴുതിയുണ്ടാക്കും. അതാണ് മൂന്നാമത്തെ സ്റ്റേജ്. നമ്മുടെ ഈ സബ്ജക്റ്റിൽ ആക്ച്വലി പഠിക്കുന്നത് ഈ മൂന്നാമത്തെ ഈ സ്റ്റേജാണ്. എക്സ്പ്രസിംഗ് ദ അൽഗോരിതം ഇൻ എ പ്രിസൈസ് നൊട്ടേഷൻ കോൾഡ് എ പ്രോഗ്രാം. അതായത് നമ്മൾ പ്രോഗ്രാം എഴുതാനാണല്ലോ നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത്. ആദ്യത്തെ 4 മോഡ്യൂൾസും C++ എന്ന ലാംഗ്വേജിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിൽ ഒരുപാട് പ്രോഗ്രാംസ് എഴുതും. അപ്പം ആ ഒരു സ്റ്റേജാണ് നമ്മുടെ ഈ സബ്ജക്റ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അൽഗോരിതം എന്ന് പറയുന്നത് ഫസ്റ്റ് മോഡ്യൂളിൽ ഒരു ചെറിയ ടോപ്പിക് മാത്രമാണ് അൽഗോരിതം എന്നുള്ളത്. അത് നമ്മൾ 1-2 വീഡിയോയിൽ പറഞ്ഞു തീർക്കും. ആക്ച്വലി ഈ സബ്ജക്റ്റിൽ കൂടുതൽ പഠിക്കാനുള്ളത് ഈ മൂന്നാമത്തെ സ്റ്റേജായ പ്രോഗ്രാം എഴുതുന്ന ആ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതിന് ശേഷമുള്ള സ്റ്റെപ്പുകളൊന്നും ആക്ച്വലി നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നില്ല. ഇതൊക്കെ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ് ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. നമ്മൾ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അതിനെ പിന്നെ കമ്പൈൽ ചെയ്യണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്താണ് കമ്പൈലേഷൻ, എന്താണ് കമ്പൈൽ ചെയ്യുക എന്നതിനെ പറ്റി പറഞ്ഞായിരുന്നു. ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന കോഡിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനെയാണ് കമ്പൈലേഷൻ അല്ലെങ്കിൽ കമ്പൈൽ ചെയ്യുക എന്ന് പറയുന്നത്. അതിന് ഓരോ സോഫ്റ്റ്വെയർസ് ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്. നമ്മുടെ കമ്പൈലേഴ്സും ഇൻ്റർപ്രറ്റേഴ്സും എന്ന് പറയുന്ന പ്രോഗ്രാംസ് അതിനാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ കോഡിനെ, അതായത് സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ്. അതായത് നമ്മൾ എഴുതിയ ഹൈ ലെവൽ ലാംഗ്വേജ് എഴുതിയ, അതായത് C++ പ്രോഗ്രാം ലാംഗ്വേജിൽ എഴുതിയ ആ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്താലേ കമ്പ്യൂട്ടറിന് എക്സിക്യൂട്ട് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ആ ട്രാൻസ്ലേഷൻ പ്രോസസ്സാണ് 4ാമത്തെ സ്റ്റേജ് ആയിട്ട് പറയുന്നത്. ട്രാൻസ്ലേഷൻ ഓഫ് ദി പ്രോഗ്രാം ഇൻ ടു എ ഫോർമാറ്റ് ദാറ്റ് ദി മെഷീൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അതായത് മെഷീൻ ലാംഗ്വേജ് ഇൻ ടു എ ഫോർമാറ്റ് ദാറ്റ് എ മെഷീൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് കാൾഡ് കമ്പൈലേഷൻ. അതിനെ കമ്പൈൽ ചെയ്യുക, പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുക എന്നതാണ് മീനിങ്. അതാണ് 4ാമത്തെ സ്റ്റെപ്പ്. നമ്മൾ ഇവിടെ ആക്ച്വലായിട്ട് ചെയ്യുമ്പോൾ ഈ 4ാമത്തെ സ്റ്റെപ്പും 5ാമത്തെ സ്റ്റെപ്പും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. കാരണം പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യുകയും ചെയ്യും, അതിൻ്റെ കൂടെ അതിനെ റൺ ചെയ്യുകയും ചെയ്യും. കമ്പൈൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ എക്സിക്യൂട്ടും കൂടെ ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഈ ഡീബഗിങ് എന്ന് പറയുന്നത്. ഡീബഗിങ് എന്ന് പറയുന്നത് നമ്മുടെ കോഡിൽ, അതായത് നമ്മൾ എഴുതിയ പ്രോഗ്രാമിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന്, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ആ സ്റ്റേജാണ് ഡീബഗിങ്. ഇത് തിയറിറ്റിക്കലായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് 5ാമത്തെ ഒരു സ്റ്റെപ്പ്, അതായത് സെപ്പറേറ്റ് ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിക്കുന്നു. പക്ഷേ ആക്ച്വൽ സിനാരിയോയിൽ ഈ കമ്പൈലേഷൻ്റെ കൂടെ തന്നെയാണ് ഡീബഗിങ് വരുന്നത്. അത് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ കോഡിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ലിസ്റ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ആക്ച്വൽ സിനാരിയോയിൽ, അതായത് പ്രാക്ടിക്കൽ സിനാരിയോയിൽ ഈ 4th സ്റ്റേജും 5th സ്റ്റേജും ഒരുമിച്ചാണ് നടക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ 4th, 5th, 6th മൂന്നും കൂടെ ഒരുമിച്ചാണ് നടക്കുന്നത്. എന്നാലും 4th, 5th കൂടിയാണ് ബേസിക്കലി ഒരുമിച്ച് നടക്കുന്നത്. നമ്മൾ തിയറി പഠിക്കുമ്പോൾ 5th ഒരു സെപ്പറേറ്റ് സ്റ്റേജ് ആയിട്ട് പഠിക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ 5th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡീബഗിങ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡീബഗിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയ കോഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് കണ്ടെത്തുന്ന ആ സ്റ്റേജിനാണ് ഡീബഗിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് 2 ടൈപ്സ് ഓഫ് എറേഴ്സ് ആണുള്ളത്, സിൻടാക്സ് എറേഴ്സും ലോജിക്കൽ എറേഴ്സും. നമുക്ക് ഓരോന്നും വിശദമായിട്ട് പഠിക്കാം. ആദ്യം സിൻടാക്സ് എറേഴ്സ്. എന്താണ് ഈ സിൻടാക്സ് എറർ എന്ന സംഭവം? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഈ സിൻടാക്സ് എന്ന വേർഡ് ഞാൻ യൂസ് ചെയ്തായിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു വന്ന സ്റ്റുഡൻസിന് എന്തായാലും അതിൻ്റെ മീനിങ് അറിയാമായിരിക്കും. അല്ലാത്ത സ്റ്റുഡൻസ്, ബയോളജി സയൻസ് കഴിഞ്ഞു വന്ന സ്റ്റുഡൻസിന് ഒരു പക്ഷേ അറിയാമായിരിക്കത്തില്ലായിരിക്കാം എന്താണ് സിൻടാക്സ് എന്ന്. ഈ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിൻ്റെ ഗ്രാമർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ആദ്യത്തെ സെൻറ്റൻസ് ഇവിടെ ശ്രദ്ധിക്കുക. ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഒരുപാട് വേർഡ്സ് ഉണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ്. മൈ നെയിം ഈസ് കൈലാസ് ആൻഡ് ഐ എം എ ഫാക്കൽറ്റി ഓഫ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പാട്ടങ്ങൽ എന്ന് പറയുന്ന ഒരു സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ്. ഈ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് വേർഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് വേർഡ്സിനെ ഒരു പ്രത്യേക റൂളിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് സെൻറ്റൻസ് കിട്ടുന്നത്. ഒരു മിസ്റ്റേക്ക് ഇല്ലാത്ത, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാത്ത, അതായത് ഗ്രാമർ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാത്ത ഒരു സെൻറ്റൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതേ സെറ്റ് ഓഫ് വേർഡ്സിനെ തന്നെ ഞാൻ ചെറിയ അറേഞ്ച്മെൻറ്റിനെയൊക്കെ ചെറുതായിട്ട് മാറ്റുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് മാറും. ഒരു പക്ഷേ അതിൻ്റെ ഗ്രാമർ തന്നെ കറക്റ്റ് ആവാതെ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ 2ാമത്തെ സെൻറ്റൻസ് നോക്കുക. മൈ കൈലാസ് ഈസ് നെയിം, ഐ ആൻഡ് ആം എ ഫാക്കൽറ്റി ഓഫ്. ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, അത് ഗ്രാമർ മിസ്റ്റേക്സ് ഉള്ള ഒരു സെൻറ്റൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഗവൺമെൻറ് എന്ന് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് കൂടെ ഉണ്ട്. ഇത് ആക്ച്വലി ഫുൾ സ്റ്റോപ്പ് അല്ല. ഈ ഡോട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഗവൺമെൻറ് എന്ന വേർഡിൻ്റെ ഷോർട്ട് ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണിക്കാനാണ് ഇവിടെ ഈ ഫുൾ സ്റ്റോപ്പ് ഉള്ളത്. എന്നാൽ ഇവിടെ വന്നപ്പോൾ ആ ഫുൾ സ്റ്റോപ്പ് ഇല്ല. അപ്പോൾ അതൊക്കെ ആക്ച്വലി ഒരു മിസ്റ്റേക്ക് ആയിട്ട് പറയാം. ഗ്രാമർ മിസ്റ്റേക്ക് അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരാം. അതുപോലെ തന്നെ ഇവിടെ ഞാൻ 2 വേർഡ്സ് സ്പേസ് ഇല്ലാതെ ഉപയോഗിച്ചു. അപ്പോൾ ഇതും ആക്ച്വലി മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രാമർ മിസ്റ്റേക്ക് അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറയാം. മാത്രമല്ല ഇവിടെ ഈ ഏരിയയിലാണെങ്കിൽ, ഈ പോർഷനിലാണെങ്കിൽ വേർഡ്സിൻ്റെ ഓർഡർ മാറിയിട്ടുണ്ട്. അപ്പം ഓർഡർ മാറുമ്പോൾ തന്നെ മീനിങ് മാറും, അല്ലെങ്കിൽ ആ മിസ്റ്റേക്ക് വന്നു, ഗ്രാമർ മിസ്റ്റേക്ക് വന്നു എന്നൊക്കെ പറയാം.
അതായത് ഈ ഏത് ലാംഗ്വേജിനും ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ വേർഡ്സിനെ അറേഞ്ച് ചെയ്യാനായിട്ട്, ലാംഗ്വേജ് ഉപയോഗിക്കാനായിട്ടും അല്ലെങ്കിൽ ലാംഗ്വേജ് ഒരു സെൻറ്റൻസ് എഴുതാനായിട്ട് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിലാണെങ്കിൽ നമ്മൾ അതിനെ ഗ്രാമർ എന്നാണ് പറയുന്നത്, മലയാളത്തിലാണെങ്കിൽ അതിനെ വ്യാകരണം എന്ന് പറയും. എന്തായാലും ഗ്രാമർ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ പർട്ടിക്കുലർ ഒരു സെറ്റ് ഓഫ് ഗ്രാമർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ആണ്. ആ റൂൾസിനെ അനുസരിച്ച് വേണം നമ്മൾ ആ ലാംഗ്വേജ് ഉപയോഗിക്കേണ്ടത്, ആ ലാംഗ്വേജ് എഴുതേണ്ടത്. എന്നാൽ മാത്രമേ മിസ്റ്റേക്സ് ഇല്ല എന്ന് പറയാവൂ, എന്നാൽ മാത്രമേ കറക്റ്റ് മീനിങ് നമുക്ക് കൺവേ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അപ്പം കറക്റ്റ് ഓർഡർ, കറക്റ്റ് ഗ്രാമർ അനുസരിച്ചാണ് നമ്മൾ ഒരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുന്നതെങ്കിൽ ആ സെൻറ്റൻസിൽ മിസ്റ്റേക്സ് ഒന്നുമില്ല, നമ്മൾ എഴുതിയ കാര്യം തന്നെയാണ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതാണ് ഗ്രാമർ എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ഇങ്ങനെ ഗ്രാമർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനെയാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. അതായത് സെറ്റ് ഓഫ് റൂൾസ്, ഒരു പർട്ടിക്കുലർ കോഡ് എഴുതാനായിട്ട് സെറ്റ് ഓഫ് റൂൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ഓരോ ലാംഗ്വേജിനും, ഓരോ കമ്പ്യൂട്ടർ ലാംഗ്വേജിനും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സി ലാംഗ്വേജിലുള്ള സിൻടാക്സ് അല്ല C++നുള്ളത്, അതിലുള്ള സിൻടാക്സ് അല്ല ജാവയ്ക്കുള്ളത്. ഈ 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ഏകദേശം സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഇതിനുള്ളത്. പ്രത്യേകിച്ച് സിക്കും C++നും വളരെ സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറും കാര്യങ്ങളും ഫീച്ചേഴ്സൊക്കെയാണ് ഉള്ളത് എങ്കിൽ പോലും അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ഒരു സിൻടാക്സ് ഉണ്ട്, അതായത് ഒരു ഗ്രാമറുണ്ട്. ആ സിൻടാക്സ് അനുസരിച്ച്, ആ റൂൾ അനുസരിച്ച് നമുക്ക് കോഡ് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ റൂൾസിന്, അതായത് ആ സിൻടാക്സിന് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാൽ അതിന് സിൻടാക്സ് എറർ എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പം നോക്കുക, ഞാൻ ഒരു 4-5 സെറ്റ് ഓഫ് കോഡ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാം സെയിം തന്നെയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്, ആദ്യത്തെ ലൈൻ ഓഫ് കോഡ് മാത്രമാണ് കറക്റ്റ് എന്ന് പറയുന്നത്. അതായത് സിൻടാക്സ് എറർ ഒന്നുമില്ലാതെ എക്സാക്റ്റ് കറക്റ്റ് സിൻടാക്സ് പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിരുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ പ്രോഗ്രാമിംഗ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാവത്തില്ല. എന്താ നല്ല കാണുമ്പോൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാവുമല്ലോ, അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. സി ഔട്ട് എന്നിട്ട് ലെസ് ദാൻ്റെ 2 സിമ്പിൾ, ഇതിനൊക്കെ ഓരോ പേരുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ പോർഷൻ എത്തപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, സി ഔട്ട് എന്ന് എഴുതി, ലെസ് ദാൻ്റെ 2 സിമ്പിൾ എഴുതി, ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് മൈ ഫസ്റ്റ് C++ പ്രോഗ്രാം എന്നൊക്കെ ഇവിടെ എഴുതി, ലാസ്റ്റ് ഒരു സെമി കോളനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു സിൻടാക്സ് അനുസരിച്ചുള്ള കറക്റ്റ് ഒരു ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സപ്പോസ് ഇവിടെ ഈ സെമി കോളൻ ഇല്ല എങ്കിൽ, അതായത് ഈ ഒരു രൂപം, ഇവിടെ ആകെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു സെമി കോളൻ ഇല്ല എന്നത് മാത്രമാണ്. സെമി കോളൻ ഇല്ല എങ്കിൽ അത് എറർ കാണിക്കും. കാരണം അത് സിൻടാക്സ് മിസ്റ്റേക്സ് ഉണ്ടാണ്, സിൻടാക്സ് പറഞ്ഞിട്ടുള്ള രീതിയിലല്ല. കറക്റ്റ് സിൻടാക്സ് ആണെങ്കിൽ ഇവിടെ ലാസ്റ്റ് എൻഡിൽ ഒരു സെമി കോളൻ കൂടെ വരണം എന്നാണ്. ഇവിടെ സെമി കോളൻ ഇട്ടില്ല എങ്കിൽ അത് എററാണ്, അതൊരു സിൻടാക്സ് എററാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇവിടെ ഞാൻ സെമി കോളത്തിന് പകരം ജസ്റ്റ് ഒരു നോർമൽ കോളമാണ് ഇട്ടിരിക്കുന്നത്. ആ കോളത്തിൻ്റെ ഷേപ്പ് നിങ്ങൾ മനസ്സിലായല്ലോ. സെമി കോളിന് പകരം കോളനാണ് ഇട്ടിരിക്കുന്നത്. അതും ഒരു സിൻടാക്സ് എറർ തന്നെയാണ്. സിൻടാക്സ് പ്രകാരം ഇവിടെ ഒരു സെമി കോളനാണ് വരേണ്ടത്, പക്ഷേ പകരം ഞാനൊരു കോളനാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതും എറർ ആയിട്ടായിരിക്കും കമ്പ്യൂട്ടർ കാണിക്കുന്നത്. കമ്പ്യൂട്ടർ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ തന്നെ ഈ ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റിൽ എറർ ഉണ്ട് എന്ന് എഴുതി കാണിക്കും, അത് സിൻടാക്സ് എറർ ഉണ്ട് എന്ന് എഴുതി കാണിക്കും. അതുപോലെ തന്നെ ഇപ്പം അടുത്ത ഈ സ്റ്റേറ്റ്മെൻറ്റിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതായത് ഒരു സിൻടാക്സ് എറർ ഉണ്ട്. നിങ്ങൾ കണ്ടെത്താൻ മതി എവിടെയാണോ സിൻടാക്സ് എറർ എന്ന്. ആക്ച്വലി ഇതാ ഇവിടെ സി ഔട്ട് എന്ന് എഴുതിയിരിക്കുന്ന ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിപ്പോയി. ആക്ച്വലി സിൻടാക്സ് പ്രകാരം ഈ സി ഔട്ട് എന്ന് എഴുതപ്പം എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം, പക്ഷേ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആയിപ്പോയി. എന്തുകൊണ്ടാണ് സ്മോൾ ലെറ്റേഴ്സ് എന്നൊക്കെ ഞാൻ പോർഷൻ എത്തപ്പം ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ഇപ്പം സ്മോൾ ലെറ്ററിന് പകരം ആദ്യം ക്യാപിറ്റൽ ലെറ്റർ ആയിപ്പോയി, അപ്പോൾ അതും ഒരു സിൻടാക്സ് എററാണ്. അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ മിസ്റ്റേക്ക് വന്ന് ഇവിടെ ഈ സിമ്പിൾ ഇട്ട് കൊടുത്തതിലാണ് മിസ്റ്റേക്ക് വന്നത്, അപ്പോൾ ഇതും എറർ കാണിക്കും. അപ്പം ഇങ്ങനത്തെ മിസ്റ്റേക്സിനെയാണ് സിൻടാക്സ് എറർ എന്ന് പറയുന്നത്. അതായത് ആ ലാംഗ്വേജ് എഴുതേണ്ട രീതിയിലല്ല എഴുതിയത്, അത് തന്നെയാണ് സംഭവം. റൂള് പറയുന്ന ആ ഒരു രീതിയിലല്ല ആ ലൈൻ ഓഫ് കോഡ് അല്ലെങ്കിൽ ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയത്. അപ്പോൾ അതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, എറർ ഉണ്ടെങ്കിൽ അതിനെ സിൻടാക്സ് എറർ എന്ന് പറയും. കമ്പൈലർ റൺ, അതായത് നമ്മൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം കമ്പൈൽ ചെയ്ത് നോക്കപ്പോൾ കമ്പൈലർ നമുക്ക് കണ്ടെത്തുന്നത് ഈ സിൻടാക്സ് എറർ മാത്രമേ കമ്പൈലറിന് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച 2 എറർ ഉണ്ടെന്ന് പറഞ്ഞു, സിൻടാക്സ് എററും ലോജിക്കൽ എറേഴ്സും ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ സിൻടാക്സ് എറർ മാത്രമേ കമ്പൈലറിന് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ, അതായത് കമ്പ്യൂട്ടറിന് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ എറർ ഉണ്ട് എന്ന്. ലോജിക്കൽ എറർ കമ്പ്യൂട്ടേഴ്സിന് കണ്ടെത്താൻ സാധിക്കത്തില്ല. ഈ ലോജിക്കൽ എറർ എന്താണെന്ന് നമുക്കിവിടെ ഡിഫൈൻ ചെയ്യാം. ഞാനിവിടെ ഒരു ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, ആവറേജ് ഈക്വൽ ടു ബ്രാക്കറ്റിനകത്ത് A+B, അത് കഴിഞ്ഞിട്ട് ബൈ 2 സെമി കോളൻ. ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. 2 നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടെത്താനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇത്. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇത് കാണുമ്പോൾ തന്നെ പ്രോഗ്രാമിംഗ് അറിയണം എന്നില്ല, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ മീനിങ് എന്താണെന്ന്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ആക്ച്വലി എററൊന്നും ഇല്ലാത്ത, യാതൊരു പ്രോബ്ലവും ഇല്ലാത്ത ഒരു ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ലൈൻ ഓഫ് ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇതും ആക്ച്വലി മിസ്റ്റേക്ക് ഒന്നുമില്ല.
കാരണം ഇതിൽ സിൻറ്റാക്സ് എറർ ഒന്നുമില്ല. ആവറേജ് ഈക്വൽ ടു a+b/2 സെമിക്കോളൻ. ഇതിലും ആക്ച്വലി സിൻറ്റാക്സ് എറർ ഒന്നുമില്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇതിലും ആക്ച്വലി സിൻറ്റാക്സ് എറർ ഒന്നുമില്ല. സിൻറ്റാക്സ് എറർ എന്ന് പറഞ്ഞാൽ ആ റൂൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതേണ്ട ആ സെറ്റ് ഓഫ് റൂൾസിനെയാണ് സിൻറ്റാക്സ് എന്ന് പറയുന്നത്. അത് പ്രകാരം ഒരു മിസ്റ്റേക്സും ഈ 3 സ്റ്റേറ്റ്മെൻറ്റിനും ഇല്ല. പക്ഷേ ആക്ച്വലി ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ്. ബാക്കി 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. കാരണം ഈ തെറ്റെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ലോജിക്കൽ മിസ്റ്റേക്കാണ്, അതായത് ലോജിക്കൽ എററാണ്. നമുക്ക് ആക്ച്വലി 2 നമ്പേഴ്സിൻ്റെ ആവറേജാണ് കണ്ടെത്തേണ്ടത്, ആവറേജാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് a+b/2 എന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത് നമുക്കറിയാം. 2 നമ്പേഴ്സേ ഉള്ളുവെങ്കിൽ a+b/2 ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഈ രൂപത്തിലാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് മറ്റൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത്. പ്രോഗ്രാം റൺ ചെയ്യും, ഒരു എററും കാണിക്കത്തില്ല. നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്കൊരു റിസൾട്ട്, ഒരു ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. പക്ഷേ അത് തെറ്റായിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും. കാരണം ഇവിടെ ഞാൻ a+b/2 എന്നിങ്ങനെ എഴുതിയാൽ കമ്പ്യൂട്ടർ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആദ്യം b-യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ടിനെ എയുടെ കൂടെ ആഡ് ചെയ്യും. എന്നിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും കമ്പ്യൂട്ടർ കാണിക്കുന്നത്. കാരണം കമ്പ്യൂട്ടറിന് അറിയത്തില്ല ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഇത്, ഇവിടെ ആവറേജ് എന്ന് പറഞ്ഞാൽ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് എന്നൊന്നും കമ്പ്യൂട്ടറിന് അറിയത്തില്ല. നമ്മൾ എഴുതി കൊടുക്കുന്ന ആ സംഭവം എക്സിക്യൂട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ കമ്പ്യൂട്ടർ. അതിൻ്റെ ലോജിക്കൽ മിസ്റ്റേക്സ്, ലോജിക്കൽ എറർ എന്തെങ്കിലും ഉണ്ടോ എന്ന് കമ്പ്യൂട്ടറിന് കണ്ടെത്താൻ സാധിക്കത്തില്ല. കമ്പ്യൂട്ടറിന് സിൻറ്റാക്സ് എറർ മാത്രമേ കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. ലോജിക്കൽ എറേഴ്സ് കമ്പ്യൂട്ടറിന് കണ്ടെത്താൻ സാധിക്കത്തില്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ എയുടെയും ബിയുടെയും വാല്യൂ ഇട്ട് കൊടുത്താൽ ഒരു സിൻറ്റാക്സ് എറർ കാണിക്കത്തില്ല, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. പക്ഷേ ആ ഔട്ട്പുട്ട് തെറ്റായിരിക്കും. ചിലപ്പോൾ നമ്മൾ അറിയുകയും ഇല്ല ഔട്ട്പുട്ട് തെറ്റാണെന്ന്. സപ്പോസ് ഇപ്പം എയുടെയും ബിയുടെയും വാല്യൂ ഇപ്പോൾ 5ഉം 9ഉം ആണെങ്കിൽ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഈ നമ്പേഴ്സ് ചെറുതായിപ്പോയി. അതേസമയം എയുടെയും ബിയുടെയും വാല്യൂസ് വളരെ വലിയ വാല്യൂസ് ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല അതെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്ന്. നമ്മൾ ചിലപ്പോൾ കാൽക്കുലേറ്റർ എടുത്ത് വെച്ച് ചെയ്താലോ അല്ലെങ്കിൽ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ റിസൾട്ടിന് എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ നോക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, നമുക്കൊരു റിസൾട്ട് തരികയും ചെയ്യും. നമ്മൾ വിചാരിക്കും അതായിരിക്കും കറക്റ്റ് റിസൾട്ട് എന്ന്. അപ്പം അത് ലോജിക്കൽ എററിൻ്റെ മിസ്റ്റേക്കാണ്. റിസൾട്ടിലും മിസ്റ്റേക്ക് ഉണ്ട്, കാരണം നമ്മൾ എഴുതിയ ഈ ഒരു ലോജിക്കിൽ മിസ്റ്റേക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആവറേജ് എന്ന് പറഞ്ഞിട്ട് a-b ബ്രാക്കറ്റിൻ്റെ അകത്ത് a-b എന്ന് കൊടുത്തിട്ട് അതിനെയാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആവറേജ് ഒന്നുമല്ല കാൽക്കുലേറ്റ് ആവുന്നത്. പക്ഷേ ഇതിനും സിൻറ്റാക്സ് എററൊന്നുമില്ല. കമ്പയർ ചെയ്യുമ്പം ഒരു എററും കാണിക്കത്തില്ല. എയുടെയും ബിയുടെയും വാല്യൂ അത് എടുത്ത് നമുക്കൊരു ഔട്ട്പുട്ട് തരികയും ചെയ്യും ചിലപ്പോൾ. പക്ഷേ അത് കറക്റ്റ് ആൻസർ ആയിരിക്കത്തില്ല, കാരണം അത് ലോജിക്കൽ എററാണ്. അപ്പോൾ ആക്ച്വലി 2 ടൈപ്പ് ഓഫ് എററുണ്ട്, സിൻറ്റാക്സ് എററും ലോജിക്കൽ എററും. അതിൽ സിൻറ്റാക്സ് എറർ മാത്രമേ കമ്പ്യൂട്ടറിന് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ, അതായത് കമ്പൈലറിന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ലോജിക്കൽ എറർ കമ്പൈലറിന് കണ്ടെത്താൻ സാധിക്കത്തില്ല, അത് നമ്മൾ തന്നെ കണ്ടെത്തണം. ഈ ലോജിക്കൽ എറർ കണ്ടെത്തുന്ന ആ ഫേസാണ് അടുത്ത ഫേസായ പ്രോഗ്രാം എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഫേസിൽ വെച്ചിട്ടാണ് ലോജിക്കൽ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തുന്നത്. ഈ ഫേസിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പ്രോഗ്രാം റൺ ചെയ്ത് എറേഴ്സ് ഒന്നും ഉണ്ടായിരിക്കത്തില്ലല്ലോ. പ്രോഗ്രാം റൺ ചെയ്തിട്ട് സാമ്പിൾ വാല്യൂസ് ഇൻപുട്ടായിട്ട് കൊടുക്കും. അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നും നമുക്കറിയാം, എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ സാമ്പിൾ വാല്യൂസ് ഇൻപുട്ടായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി മനസ്സിലാവും എന്തെങ്കിലും ലോജിക്കൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന്. ഇവിടെ ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ, ഞാൻ എയുടെയും ബിയുടെയും വാല്യൂ ഇട്ട് കൊടുക്കുന്നു, ഇതിൻ്റെ ആൻസർ നമുക്കറിയാം, ആവറേജ് എത്രയാണെന്ന് നമുക്കറിയാം. ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ ആ വാല്യൂ ഇതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണോ അല്ലയോ നമുക്കറിയാം. അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ലോജിക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്ന്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ തന്നെയാണ് കിട്ടുന്നത് എങ്കിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല, ലോജിക്കൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. അതേസമയം എന്തെങ്കിലും ഡിഫറെൻറ്റ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്തോ ലോജിക്കൽ എറർ അതിൽ വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ആ സ്റ്റേജിനെയാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്രോഗ്രാമിനെ ടെസ്റ്റ് ചെയ്യുന്ന ഫേസ്. ഈ ടെസ്റ്റ് ചെയ്യുന്ന ഫേസിൽ സാമ്പിൾ ഇൻപുട്ട് വാല്യൂസ് കൊടുക്കും, അതിൻ്റെ ഔട്ട്പുട്ട് നമുക്കറിയാമായിരിക്കും. കിട്ടുന്ന ഔട്ട്പുട്ടും എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടുമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിന് ലോജിക്കൽ എറർ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ എക്സ്ട്രീം കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്യും, അതായത് എക്സ്ട്രീം വാല്യൂസ് കൊടുക്കും. അതായത് മേ ബി ഇപ്പോൾ ഇവിടെ ആവറേജ് കണ്ടെത്താനുള്ള കാൽക്കുലേഷൻ ആണെന്ന് വെച്ച് പ്രോഗ്രാമാണെന്ന് കരുതിക്കോളൂ. ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എയ്ക്കും ബിക്കും വളരെ ലോങ് ആയിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കും. മേ ബി 100 ഡിജിറ്റുള്ള നമ്പറോ അല്ലെങ്കിൽ 1000 ഡിജിറ്റുള്ള നമ്പറോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചെക്ക് ചെയ്ത് നോക്കും.
ചിലപ്പം പ്രോഗ്രാം ക്രാഷ് ആയെന്ന് വരാം. വളരെ ലോങ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള വലിയ നമ്പേഴ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രോഗ്രാം ക്രാഷ് ആയെന്ന് വരാം. അതുപോലെ തന്നെ ഇപ്പം എയുടെയും ബിയുടെയും വാല്യൂ എത്ര എന്ന് കീബോർഡിൽ എൻ്റർ ചെയ്യാൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ആൽഫാബറ്റ്സ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. മിക്കവാറും കേസിൽ പ്രോഗ്രാം ക്രാഷ് ആവുകയൊക്കെ ചെയ്തെന്ന് വരാം. അപ്പോൾ അതും കൂടെ ചെക്ക് ചെയ്യും. അങ്ങനെ എക്സ്ട്രീം കണ്ടീഷൻസും കൂടെ ചെക്ക് ചെയ്യുന്ന ഒരു ഫേസാണ് ഈ പ്രോഗ്രാം എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. അതായത് എല്ലാ രീതിയിലുള്ള ഇൻപുട്ട് വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് എല്ലാ എക്സ്ട്രീം കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ആ ഫേസിനെയാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേജും കൂടെ കഴിയുമ്പോഴേക്കും ഈ സ്റ്റേജും കൂടെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോഗ്രാം സ്റ്റാൻഡർഡൈസ് ചെയ്യും, നല്ല പ്രോഗ്രാമാണ്, അതായത് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണെങ്കിൽ സോഫ്റ്റ്വെയറിൽ ബഗ്ഗൊന്നുമില്ല എന്ന് നമ്മൾ ഒരു ഡിസിഷനിൽ എത്തിച്ചേരും. എന്നിട്ടാണ് അവസാനത്തെ സ്റ്റേജായ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയ പ്രോഗ്രാമിനെ ഒരു റിപ്പോർട്ട് രൂപത്തിൽ നമ്മൾ അവതരിപ്പിക്കും. നമ്മൾ എഴുതിയ പ്രോഗ്രാം മേ ബി സോഫ്റ്റ്വെയറൊക്കെ ബിൽഡ് ചെയ്യുന്ന പ്രോഗ്രാം ആണെങ്കിൽ മേ ബി 100 or 200 പേജസ് ഓഫ് പ്രോഗ്രാംസ് ഒക്കെ കാണും. അപ്പോൾ അതിനെല്ലാം ഒരു റിപ്പോർട്ടായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ആദ്യം മെയിനായിട്ട് ആ റിപ്പോർട്ടിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയ ആ കോഡ് തന്നെയാണ്, ആ പ്രോഗ്രാം തന്നെയാണ്. ഈ 200 പേജ് ഉണ്ടെങ്കിൽ അത്രയും ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാം തന്നെയാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഓരോ സെക്ഷനും എന്തിനാണ് ചെയ്യുന്നത്, എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ ഓരോന്നിൻ്റെ കോഡിൻ്റെ വർക്കിംഗ് എന്താണ്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും കൂടെ ആ റിപ്പോർട്ടിൽ നമ്മൾ മെൻഷൻ ചെയ്യും. അതിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ മേ ബി ഈ 200 പേജിൻ്റെ പ്രോഗ്രാം എഴുതുന്നത് ഒരാളായിരിക്കത്തില്ല, 4-5 പേര് ചേർന്നായിരിക്കും ഈ പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ പ്രോഗ്രാമിൻ്റെ എല്ലാ സൈഡും ചിലപ്പം അറിയണമെന്ന് നിർബന്ധമില്ല. അവർ സ്വയം ചെയ്ത ആ പോർഷൻ മാത്രമേ അവർക്കറിയാവൂ. അപ്പം നാളെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ, നമ്മൾ എഴുതിയ പ്രോഗ്രാം എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ അത് എഴുതിയ ആളായിരിക്കത്തില്ല ചിലപ്പോൾ മോഡിഫൈ ചെയ്യുന്നത്, വേറെ ആരെങ്കിലും ആളായിരിക്കും. അപ്പം മൂന്നാമതൊരാൾ കാണുമ്പം മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ സ്റ്റേജിൻ്റെ പ്രത്യേകത. അവർ ഈ ഉണ്ടാക്കിയിരിക്കുന്ന റിപ്പോർട്ട് വായിച്ചായിരിക്കും ആ പ്രോഗ്രാം മനസ്സിലാക്കുന്നത്. അതിൻ്റെ കോഡ് എന്തായിരുന്നു എന്നും ആ കോഡിൻ്റെ ഓരോ സെക്ഷനും എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ പ്രോസസ്സ് എന്താണ്, ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ച് നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് ആ പ്രോഗ്രാം എഴുതിയതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന സ്റ്റേജുള്ളത്. ഇത് ആക്ച്വലി കമ്പനീസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മേ ബി സോഫ്റ്റ്വെയർ ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് സെല്ല് ചെയ്യുക എന്ന് കരുതിക്കൊള്ളുക. അവർ അതിൻ്റെ സോഴ്സ് കോഡും കൂടെ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഈ റിപ്പോർട്ടും കൂടി ആയിരിക്കും കൊടുക്കുന്നത്. സോഴ്സ് കോഡ് കൊടുക്കുകയാണെങ്കിൽ റിപ്പോർട്ടും കൂടെ കൊടുക്കുകയായിരിക്കും വാങ്ങിക്കുന്ന കമ്പനിക്ക് അത് മോഡിഫൈ ചെയ്യാനായിട്ട്. അപ്പം വാങ്ങുന്ന കമ്പനി മോഡിഫൈ ചെയ്യണമെങ്കിൽ അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആ പ്രോഗ്രാമിനെ, ആ കോഡിനെ പറ്റി അറിയണം. അപ്പോൾ അത് ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് വായിച്ചാണ് അവർ മനസ്സിലാക്കുന്നത്, ബാക്കി മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയാണ് ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന സ്റ്റേജ്. ആക്ച്വലി ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന സ്റ്റുഡൻസ് ഈ ഡോക്യുമെൻറ്റേഷനെ പറ്റിയും ടെസ്റ്റിങ്ങിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഡീബഗിങ്ങിനെ പറ്റിയൊക്കെ സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് പഠിക്കുന്നതാണ്. കാരണം അവർ പഠിക്കാനുള്ള അവരുടെ ഏരിയ ഇതൊക്കെയാണ്. അവരുടെ പ്രോഗ്രാമിംഗ് മാത്രമല്ല ഈ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് പഠിക്കുന്നത്, ഈ കാര്യങ്ങളും കൂടിയൊക്കെ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ സബ്ജക്റ്റിൽ ആക്ച്വലി ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പായ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന അൽഗോരിതത്തിനെ പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ സ്റ്റെപ്പ് മാത്രമേ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ സബ്ജക്റ്റിൽ പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഈ ലോജിക്കൽ എറേഴ്സും സിൻറ്റാക്സ് എറേഴ്സും എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ സിൻറ്റാക്സ് എറർ എന്താണ്, ലോജിക്കൽ എറർ എന്നാണ് ആക്ച്വലി നിങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ട സംഭവം. അപ്പോൾ ഈ നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് കമ്പൈലർ എങ്ങനെ ലിസ്റ്റ് ചെയ്യും. 10 എറർ ഉണ്ട് എങ്കിൽ ആ 10 എറേഴ്സ് എന്തൊക്കെയാണെന്ന് കമ്പൈലറോട് ലിസ്റ്റ് ചെയ്യും. ആ ലിസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി സിൻറ്റാക്സ് എറർ ആയിരിക്കും. ലോജിക്കൽ എറർ കമ്പൈലറിന് കണ്ടെത്താൻ സാധിക്കത്തില്ല. സിൻറ്റാക്സ് എറർ ആയിരിക്കും കമ്പൈലർ കണ്ടെത്തി നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ അൽഗോരിതം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്താണ് അൽഗോരിതം എന്ന്, അൽഗോരിതം ഫ്ലോ ചാർട്ടും ഉണ്ട്. അൽഗോരിതമായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ സിലബസിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മോഡ്യൂൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ തന്നെയാണ് അൽഗോരിതം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.